ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ സാധിച്ച ഈ നല്ല നിമിഷത്തിന് നന്ദിയുള്ളവരായിരിക്കാം. ഒപ്പം തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് കേൾക്കുന്ന വചനത്തെ പൂർണ്ണമായി ഏറ്റെടുത്ത് യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന ജീവിതം നയിക്കുന്നവരായി നമുക്ക് തീരുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അപ്പം നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. നമ്മളിതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് വചനം എടുക്കുന്നത്. 1 കൊറിന്തോസിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. 1 കൊറിന്തോസ് 10:22. കർത്താവിൽ നാം അസൂയ ഉണർത്തണമോ? നാം അവിടുത്തേക്കാൾ ശക്തരാണോ? അതിന് തൊട്ടു മുൻപുള്ള 2 വാക്യം കൂടി വായിക്കാം. വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാരപദാർത്ഥമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലും ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ഇല്ല. വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിശാചുകളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുകളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ മേശയിലും പിശാചുകളുടെ മേശയിലും ഭാഗഭാക്കുകളാകാനും സാധിക്കുകയില്ല. കർത്താവിൽ നാം അസൂയ ഉണർത്തണമോ? നാം അവിടുത്തേക്കാൾ ശക്തരാണോ? അപ്പോൾ ഇതൊരു 1-ാം പ്രമാണ ലംഘനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ തെറ്റിനെ നമ്മൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേഖന ഭാഗമാണ്, സൂചിപ്പിക്കുന്ന ഒരു ലേഖന ഭാഗമാണ്. പലപ്പോഴും ഇസ്രായേൽ സമൂഹം ഒരു കാലഘട്ടത്തിൽ യേശുവിനൊക്കെ മുൻപ് വിജാതീയ ദേവന്മാരെയും നമ്മുടെ യഹോവയെയും ഒരേ സമയം ആരാധിച്ചിരുന്നു. അതെല്ലാം കണക്കിലെടുത്തിട്ടുള്ള ഒരു രീതി പലപ്പോഴും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലും സത്യദൈവത്തെ അറിഞ്ഞ, യേശുവിനെ അറിഞ്ഞ ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ ഇടയിലുണ്ട്. പലപ്പോഴും ദുർമന്ത്രവാദങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെ ചെയ്യും. ഒപ്പം തന്നെ പള്ളിയിലും പോവും, യേശുവിനെ ആരാധിക്കും. അപ്പോൾ യേശുവിനെ ആരാധിക്കും, രണ്ടും ചെയ്യും. ഇതിനെയാണ് ഇവിടെ വലിയ രീതിയിൽ വിമർശനം ആക്കിക്കൊണ്ട് നമുക്ക് കേൾക്കാനിട വന്നത്. അപ്പോൾ നമ്മൾ വിജാതീയ ദൈവങ്ങളെ നമ്മൾ ആരാധിക്കുന്നത് വഴി പിശാചിനോടുള്ള ആ ഒരു മൈത്രി നമ്മൾ നിലനിർത്തുകയാണ്. ഇത് ദൈവം നമ്മളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത്തരം വലിയ ഭീകരമായ തെറ്റുകൾ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കില്ല. നമുക്ക് ചെയ്യാനുള്ള വലിയൊരു ഉത്തരവാദിത്തം നമ്മൾ അത്തരക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് അറിവിൽ അങ്ങനെ ആളുകളുണ്ടെങ്കിൽ, നമ്മുടെ ബന്ധത്തിലോ നമ്മുടെ സമൂഹത്തിലോ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ മധ്യസ്ഥം വഹിച്ച് അവരിത്തരം വലിയൊരു തിന്മയിൽ നിന്ന് മാറി സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്നവരായി തീരുന്നതിന് വേണ്ടി നമ്മുടെ മധ്യസ്ഥ ആവശ്യമാണ്. നമുക്ക് ദൈവത്തിനോടുകൂടി വേല ചെയ്യാം. ആമേൻ.